203 is on the stage. Judges, please note, code number 203 is on the stage. Hello? 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 എടാ അവൻ്റെ സ്റ്റേജ് നമ്മളെ വിളിച്ചില്ലേ? ഓക്കെ ആണോ? ഓക്കെ മറ്റേ കട്ടിയാ. മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. എല്ലാവർക്കും എൻ്റെ ഏകാഭിനയത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കോളേജ് കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സമയം 9 മണിയായല്ലോ. വാനഗില 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 വാനഗില. ഇതെന്താ കഴിക്കാനല്ലേ? ഇന്ന് പൊറോട്ടയും ചിക്കനും ഉണ്ട് മോനെ. പൊറോട്ടയും ചിക്കനുവാ? എന്നാ കുറച്ചെടുത്തോ. എടുക്കാം മോനെ. നാട്ടെ ഉപ്പ വന്നേ. ഉപ്പ വന്നിട്ടൊരു 10-50 കൊല്ലായി മോനെ. ഓ, ഈ കോമഡി ഇറങ്ങിയിട്ട് 100-200 കൊല്ലായിപ്പ. ആട്ടെ മോനെ, എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? എക്സാം ഒക്കെ ഞാൻ ജയിക്കും എന്നാ തോന്നുന്നപ്പ. ഓ, അങ്ങനെയാണോ? എന്നാ ഉപ്പ മോൻ്റെയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ കേരളത്തിൻ്റെ ഏത് വശത്താ ജീവിക്കുന്നത്? ഉപ്പ വടക്ക് വശത്തല്ലേ? ആ, വടക്ക് വശത്താ മോനെ. വടക്ക് വശത്ത് വേറെന്തൊക്കെ ഉണ്ടെന്നറിയാവോ? അത് പിന്നെ ഉപ്പ കോഴിക്കോട് സഫയർ ഹോട്ടലിൽ പോയ വടക്ക് വശത്ത് നല്ല സാമ്പാറും ചട്ടിയും കിട്ടും ഉപ്പ. ഇവനെ കൊണ്ട് ഇവനൊന്നും പഠിച്ച് എവിടെ എത്തും തോന്നില്ല. പോയില്ലടാ അവിടുന്ന്. പെട്ടെന്ന് 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 കയറ്. കണ്ടക്ടർ ചേട്ടാ, ഈ ബസ് എങ്ങനെയാ ഓടുന്നേ? അത് ബസ്സിന് 4 ടയർ ഉണ്ടല്ലോ, അപ്പൊ ഓടൂലേ? അതല്ല ചേട്ടാ, ബസ്സിൽ ഓള് വന്നിട്ടുണ്ടോ? ബസ് ഓടണേ, ഓള് വരണ്ടേ?
ഓളാ ആന്തിന് ഓള് വരുന്നു? ചേട്ടാ പെട്രോള് വന്നിട്ടുണ്ടാ? ഇറങ്ങിയില്ലടാ. കോളേജിലെത്തിയല്ലോ, നീ ക്ലാസ്സിൽ പോവാ. അയ്യോ എടാ അഖിലേ, പ്രിൻസി വരുന്നുണ്ട്. കുട്ടികളെ, ഗുഡ് മോർണിംഗ് മിസ്. ആ ഗുഡ് മോർണിംഗ്. ഇരിക്ക്. ആട്ടെ, എക്സാമിന്റെ റിസൾട്ടൊക്കെ വന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഭയങ്കര മാർക്ക് കുറവാണല്ലോ. എന്തു പറ്റി? എക്സാമിന്റെ തലേന്ന് നിങ്ങളെന്നാ ചെയ്തത്? ഉമ്മറെ, നീ എന്നാ എക്സാമിന്റെ തലേന്ന് ചെയ്ത്? അത് പിന്നെ ടീച്ചറെ, എക്സാമിന്റെ തലേന്ന് ഉപ്പ ഹോസ്പിറ്റലിലുള്ള, അപ്പൊ തലേന്ന് ഞാൻ 2 കുപ്പി ബ്ലഡ് കൊടുക്കാൻ പോയതാ. എടാ അതിന് വേണ്ടി തലേന്ന് 2 കുപ്പി ബ്ലഡ് കൊടുത്ത് എനിക്ക് കൈമെന്തോ കാലമെന്തോ കൊടുത്താ പോരാ? അത് പോട്ടെ. പ്രിൻസിക്ക് ഭയങ്കര ചുമയും ജലദോഷാണ്. സങ്കീർത്തെ, നീ എന്താ 2 എക്സാം എഴുതിയില്ലല്ലോ? എന്തു പറ്റി? അത് പിന്നെ മിസ്സേ, എൻ്റെ കല്യാണമുള്ളവരോ എക്സാം എഴുതാൻ വിട്ടുപോയി. ആണോ? അപ്പൊ നഹലെ, നിന്റെ അവിടെ ഇങ്ങനെ ഒരു എക്സാം എഴുതാൻ വിട്ടുപോയി, നീ എന്നാ ചെയ്യാ? മിസ്സേ, അത് സിമ്പിൾ അല്ലേ. എക്സാം എഴുതാൻ വിട്ടുപോയ ഞാൻ വിട്ട ഭാഗം പൂരിപ്പിക്കും മിസ്സേ. മതിയടാ നിന്റെ തമാശ. ഇനി സാറ് വരും. ഓക്കെ, എല്ലാവരും അടങ്ങിയിരിക്കണം. സാറ് അറ്റൻഡൻസ് എടുക്കാൻ പോവാണേ. അഖിലുണ്ടല്ലോ സാറേ. സഞ്ജിത ഉണ്ടോ സാറേ? സഞ്ജി ഇന്നലെ റേഷൻ പീടിയെ കൊണ്ടുപോയി, കവർ മതിയാ. ജീവനുണ്ടോ? അല്ല സാറേ, നല്ല ചോദ്യോ. ജീവൻ ഇല്ലാണ്ട് നമ്മൾ പിന്നെ ഇവിടെ വന്നിരിക്കുക. എന്ത് ചോദ്യാ സാറേ ചോദിക്കുന്നേ? വരുന്നുണ്ടോ സാറേ? നമ്മൾ വരുന്നില്ല, സാറ് കൊടു. ആ, ഈ കുട്ടികളെ കൊണ്ട് എന്ത് ശല്യ. ഓക്കെ, എല്ലാരും നിങ്ങളുടെ ഹിന്ദി ബുക്ക് എടുത്തേ. സാർ, ഹിന്ദി ബുക്ക് എടുത്തു. എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഹിന്ദി ഗ്രാമർ അറിയോ? അറിയില്ല സാർ. ഹിന്ദിയിൽ എങ്ങനെയാ പേര് ചോദിക്കണ്ടെന്ന് അറിയോ? അറിയില്ല സാറ്. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഹിന്ദിയിൽ എന്താന്ന് ചോദിക്കുന്നത് ക്യാന്നാ പറയാ. അപ്പോ എങ്ങനെയാ ചോദിക്കുക? അത് പിന്നെ സാറേ, പേര് ക്യാന്ന് ചോദിച്ചാ പോരെ? പേര് ക്യാന്നാ? പേര് ക്യാ അല്ല, കോവക്ക. നിങ്ങളെല്ലാം ബുക്ക് മടക്കി വെച്ചേ. അടുത്ത കണക്കിന്റെ പുസ്തകം എടുക്ക്. ആ, ഇയാള് ഒരു ദിവസത്തെ മൊത്തം ടൈം ടേബിൾ എടുത്തു തീർക്കാൻ വന്നേന്ന് തോന്നുന്നു. എന്തായാലും എടുക്കാം. ആട്ടെ, സാറൊരു ചോദ്യം ചോദിക്കാം. 6ന് 2 ഭാഗിച്ചെന്നാ കിട്ടുക? അത് പിന്നെ സാറേ, 6ന് 2 ഭാഗിച്ചാല് നമുക്ക് വെടിപ്പായിട്ട് 2 ഡാം പണിയാണ്. കുട്ടികളെ കൊണ്ട്. എന്നാ അടുത്ത ചോദ്യം. 6ൽ 5 പോയ എന്നാ കിട്ടുക?
5 പോയാ സാറേ എന്നാ കിട്ടുക? 6ൽ 5 പോയാൽ 5ന്റെ ഡെഡ് ബോഡി അല്ലേ സാറേ കിട്ടുക? കുട്ടികള് സാറേ സാറേ സാർ സാറോട് നമ്മള് അങ്ങോട്ടൊന്ന് കാണിച്ചു തരട്ടെ. ആ കാണിക്കും മക്കളെ. എന്താ സാറേ ഒന്ന് എന്ത് കുട്ടികളാടാ നിങ്ങള്? നിങ്ങൾക്കൊരു മര്യാദയില്ലേ? എന്നാ മാത്സ് ബുക്ക് മടക്കി വെക്ക്. ഇനി അടുത്ത ഹിസ്റ്ററി ബുക്ക് എടുക്ക്. എടുത്തല്ലറും എടുത്തല്ല. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ടിപ്പു സുൽത്താൻ ജനിച്ച എവിടെയാ? സാത്തിക്ക് പറ. ടിപ്പു സുൽത്താൻ ജനിച്ചത് സുൽത്താൻ ബത്തേരി അല്ലേ സാറേ? അല്ലടാ പൊട്ട, മൈസൂറാ. അതന്നെ സാറേ, ഞാൻ പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരിന്ന് ചുരം കയറി വയനാടെത്തും. വയനാട് നിന്ന് പിന്നെ മൈസൂർ എത്താലോ. എന്നാ അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാ? അത് പിന്നെ സാറേ മഴ ലഭിക്കുന്ന എന്റെ വീട്ടിന്റെ ബയ്യപ്പുറത്താ. അതെങ്ങനെയാ ബയ്യപ്പുറത്ത് മഴ ലഭിക്കുക? സാറേ ബയ്യപ്പുറത്ത് ഷീറ്റ് ഇട്ടിക്കില്ല, അതുകൊണ്ട് നല്ലോണം ചാറ്റൽ മഴ മാറും. അതല്ലടാ മണ്ട, കേരളത്തിൽ എവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക എന്നാ ചോദിച്ചത്. അതെന്താ സാറേ, കേരളത്തിലല്ല എന്റെ വീട്. എന്റെ വീട് കേരളത്തിലാ. ഇതാ ഞാൻ പറഞ്ഞ എന്റെ വീട്ടിലെ ബയ്യപ്പുറത്ത് കിട്ടുന്നു. എന്താടാ നീയൊക്കെ എന്തിനാടാ വരുന്നേ? ടീച്ചർ പോയിട്ട് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഇവിടെ ഫൈൻ ആർട്സ് ഉണ്ട്. എല്ലാവരും പങ്കെടുക്കൂലേ? ഫൈൻ ആർട്സാ? ആ ഫൈൻ ആർട്സിന് പങ്കെടുക്കുക സാറേ. എന്തൊക്കെ പരിപാടിയാണല്ലോ സാറേ? പരിപാടി ഒരുപാട് പരിപാടി ഉണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, മോണോ ആക്ട് ഉണ്ട്. ഞാനേ നീ അഭിനയിക്കുന്നേ പങ്കെടുക്കുന്നേ? സാറേ ഞാൻ മോണോ ആക്ടിന് പങ്കെടുക്കാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇന്നെല്ലാവരും ഉച്ചക്കൊക്കെ റെഡി ആയിരിക്കണേ. ഓക്കെ. ആ ഇനിയിപ്പോ ഉച്ചക്ക് ശേഷം അതിനും പങ്കെടുക്കണമല്ലോ. അടച്ചോനെ ഇനി എന്നാ ചെയ്യാ? കോളേജിൽ വരുന്ന തന്നെ അറ്റൻഡൻസിന് വേണ്ടിയിട്ടാ. ഇവരെ കൊണ്ട് ശല്യമല്ലോ. വെറുതെ അറ്റൻഡൻസ് ഒന്നും ഇല്ലെങ്കിൽ കോളേജിൽ വരേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ക്ലാസ് ഒന്ന് പോയേ, പരിപാടി തുടങ്ങാറായി. എല്ലാവർക്കും MCCTയുടെ ഫൈൻ ആർട്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ പരിപാടി മോണോ ആക്ട്. ആദ്യത്തെ ചെസ് നമ്പർ വിളിക്കാൻ പോവാണ്. ചെസ് നമ്പർ 203 നഹൽ. മാന്യ പ്രേക്ഷകർക്ക് അയ്യോ അമ്മേ അയ്യോ 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 എല്ലാവരും എണീറ്റ് പോയെന്ന് തോന്നുന്നു. ആ പരിപാടി എന്തായാലും കഴിഞ്ഞില്ല, എല്ലാവരും എണീച്ച് പോയി. ഞാനും പോയേക്കാം. കോളേജ് വിട്ട് വർക്കുപോട്ടെ. കോളേജിൽ നിന്ന് തിരിച്ചെത്തി. കഴിക്കാനുണ്ടാ? ഒന്നുമില്ല മോനെ. അയ്യോ ഒന്നുമില്ലേ? വിശക്കുന്നുപ്പാ. മോൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിച്ച മോനെ? ആപ്പാ
അതിന് മുന്നേ അനക്കൊരു കാര്യം ചോദിക്കാൻ നിൻ്റോടി. നീ രാവിലെ എന്നെ തമാശയാക്കിയിട്ട് പോയതാ. എന്നാ ഉപ്പ എന്നാ ചോദിക്കാനുള്ളേ? അത് പിന്നെ മോനെ ഉപ്പ പെട്ടെന്ന് വന്നല്ലേ? ആ ഉപ്പ പെട്ടെന്ന് വന്നിയാണല്ലോ. അല്ല മോനെ ഉപ്പാക്ക് ഇങ്ങനെ ലീവ് കിട്ടിയെന്നറിയോ? ഉപ്പാക്ക് ഉപ്പ ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ ലീവ് കിട്ടിയതല്ലേ? അല്ല മോനെ തെറ്റി. പിന്നെങ്ങനെയാ കിട്ടിയേ? ഉപ്പാക്ക് ലീവ് ഒരു കൊല്ലത്തിൽ ഒരിക്കലും വരുന്നില്ല, അന്നേരം ലീവ് വരണ്ടേ? അങ്ങനെ വന്നായിരിക്കൂലേ? അല്ല മോൻ തോറ്റിക്കണ്ടേ? അത് പറ. ആ എന്നാ തോറ്റ് ഇപ്പൊ പറ. അത് പിന്നെ എൻ്റെ കമ്പനിയിൽ ഞാനൊരു സ്വിച്ച് ഇട്ട്. അപ്പം കമ്പനി കേരളത്തിലാണല്ലോ. അപ്പം സ്വിച്ച് ഓൺ ആക്കിയാലോ ഓണായില്ലേ? അപ്പോൾ ഓണത്തിന് 10 ദിവസം ലീവ് കിട്ടുമല്ലോ. അങ്ങനെ ലീവിന് വന്നിയാ. അയ്യോ ഈശ്വര, മൂർഖൻ പാമ്പിനാണല്ലോ രാവിലെ ചവിട്ടിപ്പോയത്. നന്ദി.